അല്ലാതെ കുംഭമേള കണ്ടുവരുന്നത് നമ്മുടെ ഒരു ഇഷ്ടമാണ്. കുംഭമേളയിൽ പങ്കെടുത്തു നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ, കുംഭമേള അനുഷ്ഠിച്ചു എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ സ്നാനം വളരെയധികം പ്രാധാന്യമാണ്. ഇപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോ സംസാരിച്ചപ്പോ മൊണാലിസ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ മാത്രമേ ആളുകൾ കൂടുതലായിട്ട് അത് പറയുന്നുള്ളൂ. അതിന്റെ ഒരു ഇപ്പൊ നോക്കൂ, അതായത് ഇന്ന് പൊതുവിൽ എനിക്കും വളരെ വിഷമമുണ്ടായിരുന്നു. നമുക്ക് ഇതിനെ അറിയാത്ത കാര്യത്തിൽ നമ്മളും ചിലപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂട്ടുന്നൊക്കെ വരും. അതായത് ഈ പറഞ്ഞ ഈ ന്യൂഡായിട്ടുള്ള കുറെ ആളുകൾ വന്ന് നടത്തുന്ന എന്തോ ഒരു അഭ്യാസമാണ്. നോക്കൂ, യുനെസ്കോ പോലും അംഗീകരിച്ച ഒന്നാണ് കുംഭമേള. BBC അതിന് കൊടുത്തിട്ടുള്ള ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് മാൻ ഷോ ഓൺ എർത്ത് എന്നാണ്. ഇന്ന് ഭൂമിയിൽ നടക്കുന്ന മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ഷോ അതാണ് കുംഭമേള എന്നാണ് BBC പറഞ്ഞത്. ഞാൻ പറഞ്ഞത് യുനെസ്കോ അതിനെ അംഗീകരിക്കുന്നു. നമ്മൾ അതിനെ വെറും കുറെ ആൾക്കാർ ഡ്രസ്സ് ഇടാതെ വരുന്ന എന്തോ ഒരു പരിപാടിയായിട്ട് താഴ്ത്തി കിട്ടുമ്പോൾ നമ്മൾ ധിക്കരിക്കുന്നത്, മാറ്റിവെക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തെയാണ്. നോക്കൂ, എത്രയോ വൈദേശികരായിട്ടുള്ള ആളുകൾ ഇന്ന് ഈ സമയത്ത് പ്രയാഗ്രാജിലുണ്ട്. അവർ ഫോട്ടോ എടുക്കുന്നുണ്ട്, അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിദേശ മാധ്യമത്തിൽ കുംഭമേളയെ ഒരു ചീത്ത സംഭവമായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതത്രയും പരിശുദ്ധിയോടുകൂടിയാണ് പുറത്ത് ആൾക്കാർ കാണുന്നത്. നമുക്ക് മാത്രമാണ് ഇത് എന്തോ ചില മോശം ഏർപ്പാടായിട്ട്. അതൊരു ഭാരതത്തിന്റെ പാരമ്പര്യമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ സ്നാനത്തിനൊപ്പം തന്നെ കച്ചവടക്കാർ വരുന്നുണ്ട്, പല സ്ഥലത്തു നിന്നുള്ള നാടോടികൾ വരുന്നുണ്ട്. ഇവരുടെ ഒക്കെ ഒരു കൂടിച്ചേരലാണ് യഥാർത്ഥത്തിൽ കുംഭമേള എന്ന് പറയുന്നത്. അതാണ് അതിനെ മനോഹരിതമാക്കുന്നത്. ഓരോ സമയത്തും ഇപ്പോൾ എനിക്ക് തോന്നുന്നു IIT ഏതോ ഒരു യോഗി അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതിന്റെ അദ്ദേഹത്തിന്റെ പല സമയത്തുള്ള വിഷ്വൽസ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു.